ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെയും സുഖമായിട്ടിരിക്കുന്നു. നമുക്കിന്ന് വളരെ റിഫ്രഷിംഗ് ആയ ഒരു ലെമണേഡ് തയ്യാറാക്കാം. നോമ്പുതുറ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ, വളരെ ദാഹമകറ്റാനും അതുപോലെ തന്നെ നമ്മളെ ഒന്ന് റിഫ്രഷ് ചെയ്യാനും പറ്റിയ ഒരു ഡ്രിങ്കാണിത്. വളരെ കളർഫുള്ളാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ലെമണേഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കളർഫുൾ ആയതുകൊണ്ട് നമ്മുടെ ടേബിളിനെ ഒന്ന് വൈബ്രൻ്റ് ആക്കാനും ഇത് സഹായിക്കും. ഈ ലെമണേഡ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഈ ബ്ലെൻഡറിലേക്ക് നമുക്ക് ആദ്യം ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം, ചെറിയൊരു കഷ്ണം മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 ചെറുനാരങ്ങ പിഴിഞ്ഞ നീരാണ്. ചെറുനാരങ്ങയുടെ പുളിപ്പിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. മധുരത്തിൻ്റെ അളവിനനുസരിച്ച് അത് കൂടുതലോ കുറവോ ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് നമ്മുടെ ലെമണേഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലൂടെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ലെമണേഡ് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. മധുരം പാകത്തിനാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3 പോമിഗ്രാനേറ്റ് പിഴിഞ്ഞെടുത്ത പോമിഗ്രാനേറ്റ് ജ്യൂസാണ്. 1.5 ഗ്ലാസ് ജ്യൂസ് ഉണ്ട് ഇതിനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിനായിട്ട് ആദ്യം ഒരു ടീസ്പൂൺ കസ്കസ് കുതിർത്തത് ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് പോമിഗ്രാനേറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് അതിൻ്റെ ഹാഫ് ഗ്ലാസ്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലെമണേഡ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കസ്കസ് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമണേഡും പോമിഗ്രാനേറ്റും ഒരുമിച്ച് മിക്സ് ചെയ്തും യൂസ് ചെയ്യാം. നന്നായിട്ട് ചില്ല് ചെയ്തിട്ടും സെർവ് ചെയ്യാം, ഐസ് ക്യൂബോടെയും സെർവ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ആരും തണുത്തതൊന്നും കഴിക്കുന്നില്ല. കാരണം ഹോസ്പിറ്റലിൽ പോകാനോ ത്രോട്ട് പെയിൻ വന്നാലൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഐസ് ക്യൂബ് ഒന്നും ചേർക്കാത്തത്. നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇട്ടിട്ടോ ചില്ല് ചെയ്തിട്ടോ അങ്ങനെയാണ് കഴിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ ഈ ഡ്രിങ്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ലെമണേഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും ഒരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.